ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാന്യമായൊരു സമീപനം ഉണ്ടാകണം. വളരെ മോശമായ രീതിയിലുള്ള മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കട്ടത്തിലോടും പെരുമാറിയത്. ഒരു മുൻ ധാരണ വെച്ച് പെരുമാറുന്നത് പോലെ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു സെർച്ച് ചെയ്യുന്ന വേളയിൽ പാലിക്കേണ്ട മാന്യതകളും മര്യാദകളുമുണ്ട്. ആ മര്യാദ ലംഘിച്ചുകൊണ്ടാണ് അവരോട് ഇന്നലെ പെരുമാറിയത്. അപ്പോൾ ഇന്ന് അവർ ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം CPM-ന് ലഭിക്കുമോ എന്നുള്ള ചില ആലോചനയും അതിൻ്റെ പുറകിലുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകും. അപ്പോൾ നമുക്ക് ഒരു ഇലക്ഷൻ സംവിധാനം ഒരു സ്ഥാനാർത്ഥിയെയോ ആരെങ്കിലും സഹായിക്കുന്ന രീതിയിലാവരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും വിഭാഗം ഏതെങ്കിലും പാർട്ടി നേതാക്കളെ അവരെ അങ്ങേറ്റം തേജോവധം ചെയ്യുന്ന രീതിയിലാവരുത്. ഏത് രീതിയിലുള്ള അന്വേഷണവും ആവാം, ഏത് രീതിയിലുള്ള സെർച്ചും ആവാം, ആ സെർച്ചിന് പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പരിശോധിക്കാൻ ചില രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ബോധപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ രാഹുൽ മാങ്കോട്ടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഏതെല്ലാം രീതിയിൽ ഇൻസൾട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആലോചിച്ചത്. ആ രീതിയിൽ വല്ലതും കിട്ടുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത് ചിലർക്ക് ഗുണകരമാകും എന്ന് ധരിച്ചുള്ള വളരെ ബോധപൂർവമായി നടത്തിയ ഒരു സെർച്ചായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ആരാണ് ഭീഷണിപ്പെടുത്തി എനിക്ക് മനസ്സിലായില്ല. രാത്രി ഇരിക്കുന്നതും നേരം മുഖത്തോട്ട് ടോർച്ചടിക്കുക, വന്നിട്ട് ഇറങ്ങാൻ പറയുക. യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ട കാര്യം പോലും ഇല്ല. സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പെട്ടി തുറക്കേണ്ടത് തന്നെ ആരും പെട്ടി തുറന്നു കൊടുക്കാം. അതുപോലെ തന്നെ കാറിനകത്ത് പരിശോധിക്കാം. പക്ഷെ മുഖത്ത് ടോർച്ചടിക്കലും അവരോട് ഞങ്ങളാണെന്ന് പറഞ്ഞത് ജനപ്രതിനിധികളാണ് അവരൊക്കെ. അവരെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്, MP ആണ്. അവരോട് അവരാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അറിയാത്തവരല്ല ഇവരൊന്നും. അറിഞ്ഞിട്ട് പോലും ഈ രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ആ രീതിയിൽ പെരുമാറുന്നത് വളരെ ബോധപൂർവമാണ്. ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പ് ചിലർക്ക് ഗുണമാകും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. രാഷ്ട്രീയമായിട്ട് ഈ ഒരു സെർച്ചിനെ മാറ്റരുത്. അങ്ങനെ ഒരു ഭീഷണി അതിനകത്തില്ല. അത് അങ്ങേയറ്റം ഞാൻ പറഞ്ഞല്ലോ, അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയത്. അത് ആരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങളൊക്കെ എല്ലാവരും, ഞാൻ ഇതുവഴി വരുന്ന ആളാണ്. എൻ്റെ വണ്ടി സെർച്ച് ചെയ്തു. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വരുന്ന വഴി ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അധിക ദിവസങ്ങൾ, വണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താണ് എൻ്റെ ബോർഡർ. ഇത് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻ്റെ നിയോജകമണ്ഡലമാണ്. ഞാൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്, 1-2 തവണ ഞാനിതുവഴി പാസ് ചെയ്യുന്ന ഒരാളാണ്. ഇന്നാണ് അവർ സെർച്ച് ചെയ്തത്. എന്തുകൊണ്ട് അവർക്ക് ഇത്രയും കാലം സെർച്ച് ചെയ്തില്ല? അപ്പോൾ ചില ആസൂത്രിതമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ വേറെ ചിലത് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് സുഹൃത്തെ, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും മോശമായ രീതിയിൽ ഒരു ജനപ്രതിനിധിയോട് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും അവരുടെ പെട്ടി എടുത്ത് പുറത്തു വെക്കാൻ പറയുന്നു, പെട്ടി നോക്കുന്നു, തുറന്നു നോക്കിയില്ല, നിങ്ങൾ പൊക്കോളൂ പറയുന്നു. പിന്നെ അവർ നിർബന്ധിച്ചപ്പോഴാണ് പെട്ടി തുറക്കണമെന്ന് പരിശോധിക്കുന്നതൊക്കെ. ആദ്യഘട്ടത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവരെ കാറിലിരിക്കുന്ന അവരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. എന്നിട്ട് പോലും അവരെ മുഖത്തേക്ക് ടോർച്ചടിച്ചാണ് അവരെ സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതൊരു ശരിയായ കാര്യമാണ്. നിങ്ങളറിയാവുന്ന ഒരാൾക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് വീണ്ടും നിങ്ങളാണെന്ന് ഉറപ്പുവരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതൊക്കെ ഒരു ശരിയായ നടപടിക്രമമാണോ? അതൊക്കെ പോലീസിൻ്റെയും ഇവരുടെയും ഭാഗത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങളാണോ? ഷാഫി പറമ്പിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാഫി പറമ്പിലാണെന്ന് പറയുമ്പോൾ ടോർച്ചടിച്ചിട്ട് വേറൊന്ന് നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ ബോധപൂർവ്വം, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആലോചന ഇതിന്റെ പുറകിലും ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ആ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഭീഷണിയോ കാര്യങ്ങളോ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഷാഫി പറമ്പിലിനെയും അറിയാത്തവരാണോ നിങ്ങളൊക്കെ? ഒരു ഭീഷണിയുടെ തരത്തിലും അവരൊന്നും സംസാരിക്കില്ല. അവർ സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് ഒന്നും ചെയ്യുന്ന ആളുകളല്ല.
ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് ഒന്നും ചെയ്യുന്ന അതും അവിടെയും നിയന്ത്രണം പാലിക്കുന്നവർ അവരെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നിങ്ങളോട് അടുത്ത് ഇടപഴകുന്നവരാണ്, ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോട് എങ്ങനെ പെരുമാറുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അത്തരത്തിലുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണങ്ങളുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് ഏറ്റവും മാന്യമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത്, ഏറ്റവും മാന്യമായ രീതിയിൽ സഹകരിച്ചത്. പക്ഷേ ആ സഹകരണത്തിനോട് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയി. തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ മോശം ചർച്ച ഉണ്ടാക്കാൻ ആ പ്രതികരണം കാരണമായില്ലേ? ഒരു കുറച്ച് സംയമനം പാലിക്കാമായിരുന്നു തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങളെവിടേക്കാണ് പോകുന്നത്? ഈ രണ്ട് ജനപ്രതിനിധികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ജനപ്രതിനിധികളെ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സെർച്ചിൻ്റെ ഭാഗമായി നടത്തുന്ന അന്വേഷണത്തിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും അതിനെതിരല്ല. പക്ഷെ അത് ഒരു ഇൻസൾട്ട് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാക്കി മാറ്റുന്നതിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയേണ്ടത്? അത് ഇൻസൾട്ട് ചെയ്യാൻ ഇത്രയും അറിയപ്പെടുന്ന രണ്ട് ജനപ്രതിനിധികളെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതല്ലേ പറയേണ്ടത്? ആ ഇൻസൾട്ട് ചെയ്യുന്ന ന്യായീകരിക്കുകയാണോ നിങ്ങൾ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആ ഇൻസൾട്ട് ചെയ്യുന്ന ന്യായീകരിക്കുകയാണോ? ടോർച്ച് ഞാൻ ചോദിക്കട്ടെ ടോർച്ച് അറിയുന്ന ഒരാൾ, നിങ്ങൾക്കറിയാം, എനിക്ക് നിങ്ങളറിയാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അത് ഇൻസൾട്ടല്ല? ഇൻസൾട്ടാണല്ലോ, സമ്മതിച്ചു, ഇൻസൾട്ടാണ്, സമ്മതിച്ചു. ആ ഇൻസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായുണ്ടെന്ന പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. സ്വാഭാവിക പ്രതികരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവിക പ്രതികരണം ഇല്ലായിരിക്കുമോ? ആ സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് ഒരു തെറ്റായ സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവരോട് ചെയ്ത സമീപനമാണ് അങ്ങേയറ്റത്തെ തെറ്റ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തതാണ് എന്തുകൊണ്ടാണ് പിന്നെ ഈ സമയത്ത് ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വരുത്തുന്നതാ? അപ്പോൾ ഇവരോട് ഇന്നലെ ചെയ്ത് അവരോട് മാത്രമെല്ലാം വരുത്തി തീർക്കാൻ വീണ്ടും ഇപ്പോൾ എല്ലാ ജനപ്രതിനിധികളെയും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ ആസൂത്രിതമാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. എന്തോ അവർ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടിലാണ്. അന്വേഷണം ഞങ്ങൾ പെട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കുന്നവർക്ക് വല്ലതും ഞങ്ങൾക്ക് തന്നിട്ട് പോകാനേ തോന്നുള്ളൂ. ആ രീതിയിലാണ് ഞങ്ങളുടെ സ്ഥിതി. അത്രയും ദയനീയമാണ്. സംഘടന ഈ ഇലക്ഷൻ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി പ്രവർത്തകർക്കറിയാം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, UDF പ്രവർത്തകർക്കറിയാം, അവർ ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്നു. ആ രീതിയിലാണ് ഞങ്ങൾ ഇത്രയും രീതിയിലാണ് മുന്നിൽ നിൽക്കുന്നത്. ആ പ്രവർത്തനം കൊണ്ടാണ്, സമ്പത്ത് കൊണ്ടല്ല. ഓക്കെ, താങ്ക് യു.